ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു പുതുവർഷം നേരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വെജിറ്റേറിയൻസിനൊക്കെ പറ്റുന്ന അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ റൂമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ സ്റ്റൂ ഉണ്ടാക്കാമെന്ന്. അതായത് ഇപ്പം ചിക്കനോ ബീഫോ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക സ്റ്റൂ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അധികം ചേരുവകളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഒരു പുതിയ ചാനലാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ തുടങ്ങിയാലോ? ഇപ്പോൾ വെണ്ടയ്ക്ക സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം. ഞാനിവിടെ 10 വെണ്ടയ്ക്ക കഴുകി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൾക്കാർ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ വെണ്ടയ്ക്ക എടുത്തോണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 12 ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുള്ളി ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നമുക്ക് സവോള ചേർക്കാതെ ചെറുള്ളി ആയിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ഒരു 3 പച്ചമുളകും ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുത്തോണം. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2.5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽപ്പൊടി വെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയത് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് വേണ്ടത്. ഇനി നമുക്ക് ആ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. വെണ്ടയ്ക്കൊക്കെ ഒരു ഇഞ്ച് നീളത്തിൽ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളിയും ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പാത്രം ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഫുൾ വെണ്ടയ്ക്ക അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് നേരം ഇടേണ്ട കാര്യമില്ല. നമുക്കിപ്പം അത്യാവശ്യം വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഇത്ര വാടി വന്നിരിക്കും. നമുക്ക് അതായത് ഒരു 10 വെണ്ടയ്ക്ക നമ്മൾ വാട്ടിയെടുത്തപ്പോഴത്തേക്കും ഇത്രേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ വെണ്ടയ്ക്ക എടുത്തോണം എന്ന് പറഞ്ഞത്. ഇനിയിപ്പം ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും മുളകും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലും കൂടെ, ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ ആദ്യം കാണിച്ചിട്ടില്ലായിരുന്നു. കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൽ 3 കൂടെ ഇപ്പം ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ ബീഫ് മസാലയാണ്. നമ്മൾ വേറെ മഞ്ഞൾപ്പൊടി ഒന്നും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ബീഫ് മസാല ഇടുമ്പോൾ തന്നെ അതിൻ്റെ അത്യാവശ്യം നല്ല കളർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ഇത് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതിയാവും. ഇതിപ്പോൾ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽപ്പൊടി കലക്കിയത് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഈ സമയത്ത് നമുക്ക് തീ വേണേൽ കുറച്ചിടാം കേട്ടോ. ഞാനൊന്ന് തീ കുറച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ വേറെ എക്സ്ട്രാ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ബീഫ് മസാല എന്നുള്ള ഒരു കളർ മാത്രമാണ്. അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഇച്ചിരി എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ബീഫ് മസാലയും കൂടെ ചേർക്കുകയാണ്. നിങ്ങൾ ആ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളുക. അപ്പം ടോട്ടൽ ഇപ്പോൾ ഒരു ടീസ്പൂൺ ബീഫ് മസാല ചേർത്തിട്ടുണ്ട്.
ഇപ്പം നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ആ പൊടി അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ആ ഗ്രേവിയൊക്കെ ഒന്ന് ചൂടായി വരുന്നോടം വരെ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. തിളയ്ക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഒന്ന് ചൂടായി വരുന്നോടം വരെ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളൂ. അതായത് കുറച്ച് കടുക് വറുക്കുക എന്നുള്ള ഒരു ഒറ്റ കാര്യം കൂടെ ചെയ്യാനുള്ളൂ. അതോടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക സ്റ്റൂ കൂടെ റെഡിയാവും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പാൻ എടുത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കൂടെ തന്നെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റെഡി ആയിട്ടുള്ള സ്റ്റൂവിലേക്ക് അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക സ്റ്റൂ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് കൂടുതലും മസാലകളോ ഒന്നിൻ്റെ ആവശ്യമില്ല. ആകപ്പാടെ മീറ്റ് മസാല മാത്രം നമ്മൾ ചേർത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇനി എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കിയാലോ. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക സ്റ്റൂ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. 2 ചപ്പാത്തിയും കൂടെ എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ആദ്യം ഇത് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. വെണ്ടയ്ക്ക തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കൊഴുത്ത കറി കേട്ടോ. കൊള്ളാം. എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ളൊരു വിഭവമാട്ടോ ഈ വെണ്ടയ്ക്ക സ്റ്റൂ. ചപ്പാത്തിയോടെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല തിക്ക് ഗ്രേവിയാണ്. ഒരു നോൺ വെജ് സ്റ്റൂവിൻ്റെ അതേ ടേസ്റ്റാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അതായത് നമുക്കൊരു എന്താണ് നോൺ വെജ് ഒന്നും ഇപ്പോൾ തൽക്കാലം എടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. നമ്മൾ ചെറുള്ളി ഇട്ടേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അതിനെയാണ് മെയിനായിട്ട് എടുത്ത് വെക്കുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയാനായിട്ട്. പിന്നെ വെണ്ടയ്ക്കയുടെ കൊഴുപ്പും കൂടെ നമ്മൾ തേങ്ങാപ്പാലോടെ ചേർത്തപ്പം അതിൻ്റെ ഒരു കൊഴുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ ചെറിയൊരു എരിവും, നമ്മൾ വേറെ എക്സ്ട്രാ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കുക. ചോറിൻ്റെ കൂടെ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കിയിട്ടുണ്ട് നേരത്തെ. ചോറിൻ്റെ കൂടെ സൂപ്പറായിരിക്കും. ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലതായിരിക്കും കേട്ടോ. കള്ളപ്പത്തിൻ്റെ കൂടെ ഒക്കെ സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ടെന്നുള്ളത് പറയുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.